ഇന്നലെ എടുക്കേണ്ട ഒരു വീഡിയോ ആയിരുന്നു ഇത്. പക്ഷേ എൻ്റെ കണ്ണിന് തീരെ സുഖമില്ല. 2 ദിവസമായിട്ട് ഒരു ചെറിയ തടിപ്പും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത്. അതായത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും, ഡൽഹിയിലെ ആ ഒരു സ്ഫോടനം, അതീവ സുരക്ഷിതം നിറഞ്ഞ പ്ലേസ് ആയിട്ടുള്ള ഡൽഹിയിൽ ഇങ്ങനെയൊരു സ്ഫോടനം നടന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സുരക്ഷാ വീഴ്ച എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഓരോരോ ഇന്ത്യക്കാരനും അതീവ ജാഗ്രതയോടെയും അതീവ എന്താ പറയുക ഞെട്ടലോടുകൂടിയും ഈ ഒരു വാർത്ത നമ്മൾ കാണേണ്ട അവസ്ഥയിലാണ്. രണ്ടു ദിവസം മുമ്പ് ഈവനിങ്ങോട് അടുപ്പിച്ച്, അതായത് ഒരു 6:50 7 മണിയോട് അടുപ്പിച്ചിട്ടാണ് ഈ ഒരു സ്ഫോടനം റെഡ് ഫോർട്ടിനടുത്ത് നടക്കുന്നത്. അതായത് ഇത്രയും ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആകുമ്പം പരേഡും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആ ഒരു സ്ഥലത്ത് ഇങ്ങനെയൊരു സ്ഫോടനം ആസൂത്രണം ചെയ്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. വൈറ്റ് കോളർ ടെററിസ്റ്റ്, അതായത് ഈ ഒരു വൈറ്റ് കോളർ ടെററിസ്റ്റുകളാണ് ഈ ഒരു സംഭവം നടത്തിയിട്ടുള്ളത്. വൈറ്റ് കോളർ ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഒരാളായി സമൂഹത്തിൽ ഇറങ്ങി നടക്കുകയും എന്നാൽ തീവ്രവാദ പരിപാടികൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളെയാണ് നമ്മളിവിടെ വൈറ്റ് കോളർ ടെററിസ്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു വൈറ്റ് കോളർ ടെററിസ്റ്റുകളെ നമുക്ക് തിരിച്ചറിയാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലീസിൻ്റെ മിടുക്ക് കാരണം, അതായത് ഈ ഒരു ഡോക്ടർ ഉമർ മുഹമ്മദിന് കൂടെ വേറെ 3 പേരും കൂടി ഉണ്ടായിരുന്നു ഈ ഒരു വൈറ്റ് കോളർ ടെററിസ്റ്റ് ആയിട്ട്. സമൂഹത്തിൽ നമ്മളോടുകൂടി നമ്മളിൽ ഒരാളായിട്ട് നടന്നിരുന്ന ആ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു. ആ ഒരു 3 പേര് ആരൊക്കെയാണെന്ന് വെച്ചാൽ, അഹമ്മദ് റാത്തോർ എന്ന് പറയുന്ന ഒരു അധ്യാപകനും മുസമിൽ ഷാക്കിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയും, പിന്നെ വരുന്നത് ഒരു ലേഡി ഡോക്ടറായിട്ടുള്ള ഡോക്ടർ ഷാഹിം ഷാഹിലാണ്. ഈ ഒരു 3 വ്യക്തികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ അതായത് വീടും ഒക്കെ പരിശോധിച്ചപ്പോൾ ഒരുപാട് വെപ്പൺസും കാര്യങ്ങളും ഒക്കെ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ കൂടെയുള്ള 4ാമത്തെ വ്യക്തിയാണ് ഈ ഒരു ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ഡോക്ടർ ഉമർ മുഹമ്മദ് ഇങ്ങനെ ഒരു സ്ഫോടനം പ്ലാൻ ചെയ്തത് എന്ന് വെച്ചാൽ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് കൊണ്ട് 4ാമത് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്നെയാണ് എന്ന് ഈ ഒരു ഡോക്ടർ ഉമർ മുഹമ്മദ് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഈ ഒരു കൂടെയുള്ള 3 പേരെ ഓൾറെഡി പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരുടെ കയ്യിൽ നിന്ന് അധികം മാരകമായിട്ടുള്ള വെപ്പൺസും കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് 4ാമതായിട്ട് തന്നെയാണ് തിരയുന്നത് എന്ന് ഈ ഒരു ഡോക്ടർ ഉമർ മുഹമ്മദ് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ മനസ്സിലാക്കിയതിനെ തുടർന്ന് എന്നായാലും പോലീസ് ഇനി അധികം വൈകാതെ തന്റെ അരികിലേക്ക് എത്തുമെന്ന് ഈ ഒരു ഡോക്ടർ ഉമർ മുഹമ്മദ് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ്, അതായത് ഒരു ചാവേറ് പോലെ, അതായത് താൻ നശിക്കുന്നതിനോടൊപ്പം രാജ്യത്തെ താൻ എതിർക്കുന്ന അല്ലെങ്കിൽ താൻ പകവീട്ടാനിരിക്കുന്ന ഒരുപറ്റം ആളുകളെയും കൂടി തന്റെ കൂടെ മരണത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സ്ഫോടനമായിരുന്നു ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു സ്ഫോടനം തന്നെയാണിത്. ആദ്യം 8 പേരായിരുന്നു മരണസംഖ്യയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത് 13 പേരായിട്ട് ഉയർന്നിട്ടുണ്ട്. 20ഓളം പേര് ജീവിതത്തോളം മല്ലടിച്ച് ചികിത്സയിലുമാണിപ്പോൾ. പക്ഷേ പോലീസ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഡോക്ടർ ഉമർ മുഹമ്മദ് ഈ ഒരു സ്ഫോടനം നടന്ന അടുത്തേക്ക്, ആ ഒരു സ്ഥലത്തേക്ക് ഈ ഒരു കാറിൽ വരുമ്പോൾ ആ ഒരു കാറിൽ 3 പേരുണ്ടായിരുന്നു. പക്ഷേ സ്ഫോടനം നടക്കുന്ന ആ സമയത്ത് CCTV പരിശോധിച്ചപ്പോൾ ആ ഒരു കാറിൽ ഉമർ മുഹമ്മദ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മറ്റുള്ള 2 പേര് ആ ഒരു കാറിൽ അപ്പോൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഒരു സ്ഫോടനം നടക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു വൈറ്റ് കോളർ ടെററിസ്റ്റ് ആയിട്ടുള്ള ബാക്കി 2 പേര് നമുക്കിടയിൽ സമൂഹത്തിൽ നമ്മളിൽ ഒരാളായിട്ട് എവിടെയോ ഒക്കെയോ നടക്കുന്നുണ്ട്. സോ നമ്മൾ ഏത് നിമിഷവും ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോലീസും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ഒക്കെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ്. കാരണം ഇന്ത്യക്ക് തന്നെ ഭീഷണിയായിട്ട് 2 പേര് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇവർക്ക് ചുമ്മാ നിൽക്കാൻ പറ്റില്ലല്ലോ. എന്നായാലും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. എത്രയും പെട്ടെന്ന് അവരെയും പിടിക്കപ്പെടാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
കേന്ദ്രത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ, അതും അതീവ സുരക്ഷിതയോട് കൂടിയിട്ടുള്ള പ്ലേസ് ആയിട്ടുള്ള ഡൽഹിയിൽ ഇത്രയും വലിയൊരു സ്ഫോടനം നടക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് വരെ അതൊരു ചോദ്യചിഹ്നമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കാര്യം പറയുകയുണ്ടായി, എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ഫോടനം നടത്തിയവർക്കെതിരെയുള്ള തിരിച്ചടി നമ്മുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുക തന്നെ ചെയ്യുമെന്നുള്ളത്. അങ്ങനെ തന്നെ ആവട്ടെ, ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നടക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് ഈ ഒരു 2 പേരെ ടെററിസ്റ്റ്, വൈറ്റ് കോളർ ടെററിസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഒരു ഡോക്ടർ ഉമർ മുഹമ്മദിന് കൂടെ ഉണ്ടായിരുന്ന ഈ ഒരു 2 പേരെ എത്രയും പെട്ടെന്ന് ഈ ഒരു നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കും പോലീസിനും പിടിക്കാൻ പറ്റട്ടെ. എങ്കിലേ നമ്മൾക്ക് പേടിയില്ലാതെ, ഭയമില്ലാതെ ഇന്ത്യയിൽ വീണ്ടും ജീവിക്കാൻ പറ്റുള്ളൂ. അതായത് ഡൽഹി ആയിരിക്കില്ല നെക്സ്റ്റ് അവരുടെ ടാർഗറ്റ്, നെക്സ്റ്റ് വേറെ ഏതെങ്കിലും സ്ഥലമായിരിക്കും അവരുടെ ടാർഗറ്റ്. കാരണം ഡൽഹി കേന്ദ്രീകരിച്ച് അതീവ സുരക്ഷ കൽപ്പിച്ചിട്ടുണ്ടാകും എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. സോ ഇന്ത്യയിലുള്ള വേറെ ഏതൊരു സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സ്ഫോടനം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ എത്രയും പെട്ടെന്ന് അവർ പിടിക്കപ്പെടട്ടെ. പിന്നെ ഈ ഒരു സ്ഫോടനത്തിൽ ജീവൻ വെടിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റുമെന്ന ശുഭപ്രതീക്ഷയോടെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ.